തിരുവനന്തപുരത്ത് സീരിയൽ താരം ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാൻഡ്രോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്ന്, മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു എന്നും മുറിയിൽ നിന്ന് മദ്യക്കുപ്പികളും കരൾ രോഗത്തിനുള്ള മരുന്നുകളും പോലീസ് കണ്ടെടുത്തു. ഒപ്പം അഭിനയിച്ചവർ 2 ദിവസമായി ദിലീപിനെ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടാതായതോടെ ഹോട്ടലിലെത്തി അന്വേഷിച്ചു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരുമായി മുറിയുടെ ജനാലകൾ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മരണപ്പെട്ട നിലയിൽ ദിലീപിനെ കാണപ്പെട്ടത്. തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സീരിയൽ ചിത്രീകരണത്തിനായി എത്തിയ ദിലീപ് 4 ദിവസം മുമ്പാണ് ഹോട്ടലിൽ മുറിയെടുത്തത്. കഴിഞ്ഞ 2 ദിവസം നമ്മുടെ വർക്ക് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ പ്രൊഡക്ഷൻ മാനേജേഴ്സൊക്കെ പുള്ളി ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പുള്ളി ഫോൺ എടുക്കുന്നില്ലായിരുന്നു. പിന്നെ മിക്കവാറും പുള്ളി ഇങ്ങനെ ഫോൺ എടുക്കാത്ത ഒരു പതിവുണ്ടായതുകൊണ്ട് നമ്മളത് അങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വർക്കില്ലായിരുന്നതുകൊണ്ട് കൂടി നമ്മൾ പുള്ളിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺട്രോളർ നേരിട്ട് വന്നപ്പോഴാണ് ഇതുപോലെ റൂമിൽ നിന്ന് ഇവിടെ ഹോട്ടലിലെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ റൂമിൽ നിന്നൊരു സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ ഹോട്ടലിലുള്ള ആൾക്കാർ തന്നെ ജനൽ വഴി അങ്ങോട്ട് നോക്കി. അങ്ങനെ അപ്പം പുള്ളി അകത്ത് മുറിയിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് വന്നിട്ട് പിന്നെ അകത്ത് കയറി കാര്യങ്ങൾ പറഞ്ഞു. മരിച്ചു എന്നുള്ളത് അവരാണ് പറയുന്നത്. ദിവസവും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിരുന്ന ദിലീപിനെ 2 ദിവസമായി കാണാനില്ലായിരുന്നു എന്ന് ഹോട്ടലിലെ റെസ്റ്റോറന്റ് ജീവനക്കാരൻ പറഞ്ഞു. റെസ്റ്റോറൻറ്റിൽ അദ്ദേഹം ഫുഡ് കഴിക്കാൻ വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കും. ഇവിടെ ചിലപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഷൂട്ടിന് പോകും. ചിലപ്പോൾ ഷൂട്ടിൽ 3 ദിവസം 4 ദിവസം ഒരു ഷെഡ്യൂൾ കാണുള്ളൂ. ആ പ്രൊഡക്ഷനിൽ നിന്നാണ് ഫുഡ് ഏർപ്പാട് ചെയ്യുന്നത്. അത് ഇവിടുത്തെ ഓപ്പറേഷൻ മാനേജർ പറയുന്നതനുസരിച്ച് അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നു വരുന്നു. അത്രേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ എത്ര ദിവസം ഉണ്ടായെങ്കിലും നമുക്കറിയില്ല. അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ രാത്രി എപ്പോഴെങ്കിലും ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവസാനം ഞാൻ ഓർമ്മയില്ല. 2 ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് സംഘം സ്ഥലത്തെത്തി മുറി തുറന്ന് പരിശോധിച്ചു. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പറഞ്ഞ പോലീസ് കരരോഗത്തിനുള്ള മരുന്നും 2 മദ്യക്കുപ്പികളും മുറിയിൽ നിന്ന് കണ്ടെടുത്തതായും അറിയിച്ചു. സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ജനം, തിരുവനന്തപുരം.